നമസ്കാരം. ഞാനിപ്പോൾ സൂറിൽ, ഒമാൻ കാളിങ്ങിൻ്റെ ഭാഗമാണെന്ന് അറിയാമല്ലോ, സൂറിൽ ഒരു പഴയ ബീച്ചിലാണ്. ഇത് ഒരു ഫിഷിംഗ് ഏരിയ ആണ്. ഈ പ്രദേശത്തുള്ള ആളുകൾ ഫിഷ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ യൂറോപ്യൻസ് ഒക്കെ നടക്കാനും ഒക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ എത്ര ഒരു ഡ്രൈവിംഗ് ബീച്ചും കൂടെ ആണെന്ന് പറയുന്നത്. അങ്ങ് വരെയൊക്കെ വാഹനം കൊണ്ടിട്ട് ആളുകൾ ഇരിപ്പുണ്ട്. 2 ഫോറിനേഴ്സ് നടന്നു പോകുന്നതാണല്ലോ. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. കുറേ വീടുകൾ, മത്സ്യബന്ധന ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. ഒരു പഴയ ബീച്ചാണ്. അവിടുത്തെ കുറച്ച് വില്ലകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ വെറുതെ വൈകുന്നേരം ആയില്ല, ആളുകൾ വരാനൊന്നും തുടങ്ങേ ഉള്ളൂ. സമയം പോകാൻ വേണ്ടി ഒന്ന് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് നിന്നപ്പോൾ 2 പരിചയക്കാരെ കണ്ടു. അവരെ ക്ലിപ്പിട്ട് പിടിച്ച് ഞാൻ നിർത്തിയിരിക്കുകയാണ്. അവരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ ഹലോ, ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് മിസ്റ്റർ സജിത് ചെമ്മാഞ്ചേരിൽ, മലപ്പുറം അല്ലേ? കണ്ണൂരല്ലേ? ഫായിസ് മടക്കര, അത് കണ്ണൂര്. എല്ലാ കണ്ണൂർ കേസ് കെട്ടുകളാണ്. ഇത് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാം ഡീറ്റെയിൽ. അതിനു മുമ്പ് ഇവിടുത്തെ ഒരു മൊബൈൽ ഷോപ്പ് ശൃംഖലകളുടെ ആദം അവ എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പ് ശൃംഖലകളുടെ മുതലാളിയാണ്. ആളെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും കോട്ടില്ലെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും അദ്ദേഹം അതിന് അർഹനാണ്. ഫായിസ് ഇവിടെ ജോലി ചെയ്യുന്നു. ഒപ്പം ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ രാസ്ത എന്ന് പറയുന്ന സിനിമ റിലീസായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ 2 പേരെയും കാലങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നവരെ ഞാൻ കണ്ടു. അവരുമായിട്ട് ഒന്ന് സംസാരിക്കാന്ന് വെച്ചു. പിന്നെ എങ്ങനെ പോകുന്നു ബിസിനസ്? ഞാൻ 4-5 ദിവസമായി. നാളെ പോകും. എന്തുണ്ട്? കേരള കോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, അറിയാമല്ലോ, കാണുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മള് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. കാണാറുണ്ട്. എല്ലാ ഓരോ ഇതും സബ്സ്ക്രൈബ് ചെയ്ത് വളരെ കൃത്യമായി കണ്ട് അതിനെ ലൈക്ക് ചെയ്ത് അതിന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ ബിസിനസ് കുഴപ്പമില്ല. പിന്നെ ഒരു പൊതുവേ ഉള്ള ഒരു മാർക്കറ്റിന്റെ ആ ഒരു ഇത് നമ്മളെ ബാധിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാലും അങ്ങനെ പോകുന്നുണ്ട്. പടം റിലീസായതിനു ശേഷം എന്തെങ്കിലും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടോ? മാറ്റമൊന്നുമില്ല. 1-2 ഇന്റർവ്യൂ ഒക്കെ കിട്ടി. കുറച്ച് ഒരു മൊമെന്റിൽ കിട്ടിയിട്ടുണ്ട്. വേറെ മാറ്റങ്ങളൊന്നും പഴയ പണി ഞാൻ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കും. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. പുതിയ കഥകൾ, കഥകളുണ്ട്, പ്ലാൻ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഈ വർഷം ഒന്നും കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്ര വർഷമായി ഒമാനിലെത്തി? 23 വർഷം. നമ്മളെല്ലാം ഒരേ കാലഘട്ടത്തിൽ വന്നായിരുന്നു. 2001 സൈറ്റ് വരുന്ന 2001 തന്നെ ഞാനും വന്നത്. ഒരേ കാലഘട്ടത്തിൽ നാട്ടിൽ വെച്ച് സുഹൃത്തുക്കളാണ്? അല്ലല്ല, നമ്മള് പരിചയപ്പെട്ടത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ അടുത്തടുത്ത നാടാണ്. പിന്നെ പഴയങ്ങാടി അടുത്തില്ലാന്ന സ്ഥലം. എന്റെ മടക്കര ഒരു 5-6 കിലോമീറ്റർ വ്യത്യാസം. 23 വർഷമായിട്ട് ഒമാൻ സൂറിലാണോ? സൂർ തന്നെയാണ്. സൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അതെ, നമ്മുടെ നാടിന്റെ ഒരു നൊസ്റ്റാൾജിയിൽ എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ബീച്ചിലൊക്കെ വന്നിരിക്കാറുണ്ട്? ഓ, നമ്മളങ്ങനെ ഇറങ്ങിയെന്നല്ലേ. നമ്മളിവിടെ പണ്ട് കല്യാണത്തിന് മുമ്പൊക്കെ ഡെയിലി നമ്മള് രാത്രി ഒന്നും കൂടുമായിരുന്നു. പിന്നെ കടയൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമായിരുന്നു നമ്മൾ. ഇപ്പൊ ഒരു ഫുട്ബോൾ കളി തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. ഒമാൻ പിള്ളേർ ഫുട്ബോൾ കളിക്കും. നമ്മള് പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റ് കുറച്ച് അപ്പുറത്തുനിന്നായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഒക്കെ വരുന്ന സ്ഥലം നമ്മൾ സ്ഥിരമായിട്ട്. ഇവിടുത്തെ ബീച്ചുകൾ എന്ന് പറഞ്ഞാൽ വലിയ തിരയൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് അല്ലേ? അതുകൊണ്ട് കടലിലോട്ട് ഇറങ്ങി കുളിക്കുക അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ കുളിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് കയറി വരും വെള്ളം, ഇവിടം വരെ ഉണ്ടാവും വെള്ളം. അതുവഴി ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് ഇവിടെ പ്രധാനമായിട്ടും ഇവിടുത്തെ ആളുകളുടെ, നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ള മത്സ്യബന്ധനമാണ് ഇവിടുത്തെ പരിപാടി അല്ലേ? ഇവിടുത്തെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. ഒമാനികളുടെ ഒരു മെയിൻ ബിസിനസ്. ഇതിന്റെ അടുത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സൂറിന് അടുത്ത സ്ഥലങ്ങൾ? സൂറ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിനെ കൂടി നമുക്ക് സലാല പോവാം. സലാല മസ്കറ്റിൽ നിന്ന് 1000 കിലോമീറ്റർ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഇതുവഴി നമുക്ക് പോകാം. അപ്പൊ ഈ ലാസ്റ്റ് ഖരീഫ് സീസണിൽ ഞാനും സൈറ്റ് പോയിട്ടുണ്ടായിരുന്നു സലാലിലേക്ക്. നമ്മൾ ഈ വഴിയായിരുന്നു വരാം. കോസ്റ്റലാണ് ഒരു 400 കിലോമീറ്ററോളം കോസ്റ്റൽ റോഡാണ് ഇതുപോലത്തെ. അത് കഴിഞ്ഞാൽ പിന്നെ പഴയ മസ്കറ്റിൽ നിന്ന് റോഡുമായിട്ട് ജോയിൻ ആയിട്ട് സലാലിലേക്ക് പോവാം. ദുഃഖം പിന്നെ പുതിയ ഇത് വരുന്നതാണ്, പുതിയ പദ്ധതികളും മറ്റേ ഇതിലും വരുന്ന ഫ്രീലാൻസ് വരുന്ന ദുഃഖം വികസിച്ച് വരുന്ന നല്ല ഹാർബർ. പിന്നെ സൂറിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ സീ റൂട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഏത് ഫ്ലൈറ്റും വന്ന് കയറുന്നത് ഈ സൂറിലാണ്.
അത് ചെക്ക് ചെയ്ത സൂറ് ടച്ച് ചെയ്തിട്ട് മസ്കറ്റ് പോയിട്ടാണ് ദുബായ് അല്ല സൂറ് മീൻസ് കര കാണുന്നത് ആദ്യം സൂറാണ്. ഇതുവഴി നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോ തിരിച്ച് നാട്ടിൽ പോകുമ്പോഴും ലാസ്റ്റ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് കടല്. പിന്നെ നീല കാണുന്ന ഇവിടെ മുതലാണ്. പിന്നെ അങ്ങ് കൊച്ചിയിലോ തിരുവനന്തപുരത്ത് എല്ലുമ്പോഴാണ് കുറച്ച് പത കണ്ട് കര കാണുന്നത് അല്ലേ, തെങ്ങ് പച്ചപ്പ് കാണുന്നത്. പിന്നെ ഈ 23 വർഷത്തെ ഈ ഒമാൻ ജീവിതം അല്ലെങ്കിൽ സൂർ ജീവിതം കൊണ്ട് എന്താണ് സമ്പാദ്യം? ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ടായി നമുക്ക്. പിന്നെ വേറെ ഇതിൽ തന്നെ ഫാമിലി ജീവിച്ചു. സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ വലിയ ആ കണ്ണൂർ ഭാഗം മുഴുക്ക വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. ഇല്ലേ, എയർപോർട്ടിന്റെ ഒരു ഭാഗം നമ്മുടെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനല്ലേ, മലയാളികളുടെ സഹോദര സഹോദരന്മാരെ സഹോദരി സഹോദരന്മാരെ ഒരു നാടല്ലേ നമ്മുടെ കേരളം. ആ ഒരു ബന്ധം ഈ പറഞ്ഞ സൗഹൃദങ്ങൾക്ക് ഒരു ബലമുണ്ട് അല്ലേ. മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളുമായല്ല, അതായത് അവർ വീക്കെൻഡിലായിട്ട് കൂടുതൽ ഒന്നിച്ചു കൂടലൊക്കെ, നമ്മൾ ഡെയിലി ഒന്നിച്ചു കൂടും. നിങ്ങളിപ്പോ ദുബായില് പോവാ, ഇന്നത്തെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ആൾക്കാരൊന്നും നമ്മളെ പോലെ അല്ല, സുഹൃത്തുക്കളൊന്നും കാണാൻ വേണ്ടി ശ്രമിച്ചൊക്കെ ബിസി ആയിരിക്കും. പക്ഷെ നേരെ ദിവസം നമ്മളൊക്കെ നോക്കി നിങ്ങള് വന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മള് അതാണ് അത് ശരിയാ പറഞ്ഞ പോലെ. രാസ്ത എന്നുള്ള സിനിമയില് അതൊക്കെ ഒരുപാട് നല്ല ഇതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അത് നാട്ടിലുള്ളവരൊക്കെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം പ്രവാസികളുടെ ആ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ മരുഭൂമിയുടെ അതൊക്കെ നന്നായിട്ട് വളരെ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഒരു പ്രവാസ 23 വർഷത്തെ പ്രവാസ ജീവിതം നയിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഇതിൽ നമ്മൾ അനുഭവിച്ച ക്ലേശങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലേശങ്ങളൊന്നുമില്ല. ആദ്യഘട്ടങ്ങളിലൊക്കെ കുറെ ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള ആ ഒരു ഫസ്റ്റ് വരുമ്പോൾ മിസ്സിങ് പ്രശ്നങ്ങളും 2 വർഷം കഴിയുമ്പോ പിന്നെ എല്ലാരും വരുന്നത് 1-2 വർഷം കഴിഞ്ഞ് മതിയാക്കി പോവാന്നല്ലായിരിക്കും ഒരു ധാരണ. പക്ഷെ 1-2 വർഷം കഴിയുമ്പോ ഒന്ന് വേറെ നോക്കും, പിന്നെ പോകത്തില്ല. പിന്നെ പോകാൻ കുറച്ച് പിന്നെ മുൻഷിന്റെ കഥകൾ പറ, എന്തൊക്കെയാണ് നാട്ടിലത്തെ വിശേഷങ്ങൾ പറ. നാട്ടിലിപ്പോ സിനിമയിലൊക്കെ ഉണ്ട്, പിന്നെ സീരിയലിൽ കുറെ കാണാറുണ്ട് നമ്മൾ ഇവിടുന്ന്. അതൊക്കെ ഞാൻ അരമണിക്കൂർ കൃത്യമായിട്ട് മുൻഷിന്റെ ഇത് എപ്പോഴും ഞാൻ കാണുന്ന, നമ്മുടെ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുന്ന ഒരു സീരിയലാണ്. അത് തീർന്നല്ലോ കുറച്ചാണ്. ഇത് ഞാൻ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനാണോ വന്നത്? നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. കാണുന്നവർക്ക് അതിന്റെ ഇതായിട്ടുള്ള ഒരു എന്തായാലും ഞാനിപ്പോ കുറച്ച് സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ സിനിമകളാണ്, വലിയ സിനിമകളുണ്ട്. ഇപ്പൊ എനിക്ക് ഇനി 14-ാം തീയതി മുതൽ തുടങ്ങുന്നത്, 8-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങി. ഞാൻ 14-ാം തീയതി മുതൽ ജോയിൻ ചെയ്യുന്നത് ഇന്ത്യൻസ് ജാബർ ഇടുക്കി. ഇവർ രണ്ടുപേരും നായകന്മാരായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് പാലക്കാട് കുറ്റപ്പാട്. അപ്പൊ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഉടനീളം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. ആ കഥയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലുള്ള ഒരു കഥാപാത്രമാണ്. അതൊരു പ്രത്യേകതരം സ്റ്റോറിയാണ്. ഒരു സാധാരണ ഒരു പ്രമേയം അല്ലാത്തൊരു സ്റ്റോറി, ഒരു ഫാന്റസിയും റിയാലിറ്റിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെ തിയേറ്റർ റിലീസ് തന്നെ ഞങ്ങൾ കുറച്ച് കഥാപാത്രങ്ങൾ അതിനകത്ത് ഒരു പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിലൊരാളാണ്. അപ്പൊ തിരക്കിനിടയിലൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മളൊക്കെ കണ്ട് അല്ല 2 ദിവസം ആ ഒരു പഴയ ജീവിതമല്ലേ, അലഞ്ചി തിരിച്ച് നടക്കണ്ടേ, എല്ലാരെയും വന്ന് കണ്ടും കേട്ടുമൊക്കെ പോകണ്ടേ. ഇത് എനിക്ക് ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യാനും ആളുകൾ കാണിക്കുക. എന്നും വീട്ടിലിരുന്ന് ഭാര്യയുടെ മക്കളുടെ മോൻ മാത്രം കാണിക്കുക. അവരും ഇത് തന്നെ പറയുന്നത്, എന്നും ഇയാളുടെ മോൻ തന്നെയല്ലാണ് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്നാണ് അവരും പറയുന്നത്. അപ്പോ അതല്ല, ഇത് ഒരു പാഷൻ പോലെയാണ്, നമ്മുടെ ജോലിയും കൂടെ ആണ്. അതിന് ഞങ്ങള് സന്തോഷം കണ്ടെത്തുന്നുണ്ടാണ്. ആൾക്കാരുടെ ഓരോരോ ഇതുണ്ടാവുമല്ലോ. പിന്നെ മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 4 മാസമേ ആയുള്ളൂ. ഞാൻ ഈ കേരള കോളിംഗ് തുടങ്ങിയിട്ട് 4 മാസം കൊണ്ട് അത് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന റീച്ചിലേക്ക് എത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവര് ഗോൾ പോസ്റ്റ് വലിച്ചെടുത്തോട്ട് പോവുകയാണ്. ഫുട്ബോൾ കളിക്കാൻ വന്ന് ഹെൽപ്പ് ചെയ്യണോ? അവർ ഹെൽപ്പ് ചെയ്യണോ അവർക്ക്? ഫുട്ബോൾ കളിക്കാൻ വന്നവര് ഗോൾ പോസ്റ്റ് നമ്മൾ സഹായിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഗോൾ പോസ്റ്റ് സഹായിച്ചു കൊടുത്തിട്ട് ബാക്കി സംസാരിക്കും. നമ്മുടെ പിള്ളേരാണ്, ലോകത്തിലുള്ള ലോക സമസ്ത സുഖിനോ പോകുന്നു. എവിടെ കൊണ്ട് വയ്ക്കണം? പൊക്കണോ? വലിച്ചോണ്ട് പൊക്കണോ?
ചെയ്യാൻ പറ്റും. അയ്യോ പോട്ടെ പോട്ടെ. അയ്യോ ഈ വെയിറ്റ് എടുത്ത് ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ കിടന്ന് പാടുപെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഏലയ്യ ഏലയ്യ ഒമാൻ ഏലയ്യ ഒമാലയ്യ ഏലയ്യ ഒമാൻ ഏലയ്യ സൂറേലയ്യ ഏലയ്യ ഏല 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 പോരാ. അയ്യോ ഇവിടെ കടൽ മുക്കി കൊല്ലാന്നുള്ള ലക്ഷണമാണ്. എൻ്റെ അമ്മ എൻ്റെ മക്കളെ എവിടെ എവിടെ ഓക്കെ ബോൾ 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 ആദ്യത്തെ ഗോൾ ഞാൻ ഇത്രയും ചോന്നല്ലേ? ആ ബോൾ പിടിച്ച് ഗോളി ഗോളി ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വൺ മോർ വൺ മോർ വൺ മോർ വൺ മോർ. ഓ റൊണാൾഡോ റൊണാൾഡോ. അവൻ പിടിച്ചു കളി ഞാൻ മതിയാക്കി. വാ നമുക്കിനി ഇവരുടെ അടുത്ത് കഥ പറഞ്ഞ് പിരിയാം. നിങ്ങൾ പോയോ നിങ്ങൾ പോയോ അവിടെ ഇല്ലേ? അപ്പൊ നമുക്ക് ഇത്ര നേരം സംസാരിച്ച് എന്തായാലും അവരുമായിട്ട് കളിക്കുകയും ചെയ്തു, അവർക്ക് പിള്ളേരെ സഹായിക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെയല്ലേ സന്തോഷം എന്നാണ്. അപ്പൊ നിങ്ങളെല്ലാം സ്നേഹവും സഹകരണവും പ്രാർത്ഥനയൊക്കെ വേണം. ഇപ്പൊ ഇത്രയും ജോലി ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ സിനിമകൾ ഇനി ഉണ്ടാവട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ. ഇല്ലില്ല തീർന്നു, നാളെ പോവാ. ഓക്കെ അപ്പൊ ശരി. ഇനി വരുവാ വന്നു കഴിഞ്ഞാൽ നമ്മളടുത്തേക്ക് തിരിച്ച് സൂറിൽ വരുവാ, സൂറിൽ വന്ന് നമ്മളൊക്കെ കാണുക, അതൊക്കെ ഒരു പ്രധാന ഘടകമാണ്. ഇനിയും നന്നായി സിനിമകളൊക്കെ കിട്ടട്ടെ. താങ്ക് യു. സീരിയലും സിനിമകളൊക്കെ നന്നായി. ഞങ്ങള് സിനിമക്കാരാണ്, നമ്മള് വിട്ട് അതെ പ്രൊഡ്യൂസറായ മതി, സിനിമയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സ്ക്രിപ്റ്റ് ഉണ്ട്, നടനുണ്ട്, പ്രൊഡ്യൂസർ ആവുന്നോ? നമ്മളില്ലേ. അതാണ് എനിക്കറിയാം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒമാനിലെ ഇവിടെ ഒരു പ്രത്യേകത. ഇതാണ് ഒമാനിൽ വന്നു കഴിഞ്ഞാലും ദുബായിലെ മറ്റുള്ള രാജ്യങ്ങളിലെ പോലുള്ള ഒരു ഹറിബറിയോ തിരക്കോ ഇല്ല. ഇവിടെ എല്ലാവരും കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്, ഫ്രീ ആണ്. എന്നാലും അവർ ജോലി ചെയ്യുന്നുമുണ്ട്. കാരണം ഒരു വില്ലേജ് അന്തരീക്ഷമാണ്, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഒരു തിരക്കോ ഒരു ഹറിബറി ഒന്നുമില്ല. ആ ഒരു സ്നേഹവും സൗഹൃദവും അവരുടെ ജീവിതത്തിലുണ്ട്, അവരുടെ ലൈഫിൽ മൊത്തത്തിൽ ഒരു റിലാക്സ് ആണ്. അപ്പോൾ ഈ കാഴ്ചകൾ, ഇതുപോലുള്ള കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. ഒമാൻ കാളിങ് തൽക്കാലം 1-2 ദിവസങ്ങളിലൂടെ തുടരും. നാളെ ഉണ്ടാവണം.